ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കിറ്റ്കാറ്റ് എങ്ങനെയാണ് നമ്മളെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊക്കോ മരത്തുനിന്ന് ആവശ്യത്തിന് നല്ല പഴുത്ത കൊക്കോക്കായ നോക്കിയിട്ട് പറിച്ചെടുക്കുക. അതിന് ശേഷം അതിൽ പൊളിച്ചിട്ട് അതിലത്തെ വിത്തുകൾ എടുക്കുക. നല്ല വിത്തുകൾ എടുക്കുക. അതിന് ശേഷം ആ വിത്തുകളത്തെ പൾപ്പ് കളയുക. അതിന് ശേഷം നമ്മൾ ഇത് ഉണക്കാനായിട്ട് വെക്കുക. ഉണക്കൽ പറഞ്ഞാൽ ഒരു 8 ദിവസത്തോളം നമ്മൾ ഉണക്കണം. 8 ദിവസത്തോളം നമ്മൾ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കണം. നല്ല അടിപൊളി പഴുത്ത കൊക്കോക്കായ ഉണക്കിയെടുത്തതിന് ശേഷം ഇതൊക്കെ വളരെ ഇതിലിട്ടിട്ട് അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ കൊക്കോക്കായ നന്നായിട്ട് ഉണങ്ങിക്കണം. ക്വാളിറ്റി ചെക്കിംഗ് ആണ്. അതിന് ശേഷം നമ്മളെ കൊക്കോക്കായ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊക്കോക്കായ ഷുഗറും ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചോക്ലേറ്റ് രൂപത്തിലാക്കി. അതിന് ശേഷം എല്ലാവരും സ്നിക്കേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അതിന് ശേഷം അതിലേക്കുള്ളത് റെഡിയാക്കുകയാണ്. വേഫർ, അതിനായിട്ട് പാൽപ്പൊടി പിന്നെ എന്തൊക്കെ സീക്രട്ട് ഇൻഗ്രീഡിയൻസും പാടെ മിക്സ് ചെയ്തിട്ട് ഒരു കൺവെയർ ബെൽറ്റിലൂടെ കടത്തി വിട്ടിട്ട് വേഫർ ഷേപ്പിലാക്കുകയാണ്. വലിയ വേഫർ ഷേപ്പിൽ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെച്ചിട്ട് കൺവെയർ ബെൽറ്റിലൂടെ കടത്തി വിടുകയാണ്. അതിന് ശേഷം ഇത് ഓരോ ഇതിലാക്കിയിട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ വേഫേഴ്സ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ കൺവെയർ ബെൽറ്റിലൂടെ വലിയ ഷീറ്റുകളായിട്ട് കടത്തി വിടുകയാണ്. ആ കടത്തി വിട്ടത് നമ്മളുടെ വേഫേഴ്സ് നല്ല കട്ട് ചെയ്ത് ഷേപ്പാക്കി കട്ട് ചെയ്യുകയാണ്. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ഇത് ചോക്ലേറ്റിൽ കവർ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോക്ലേറ്റ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ 2-3 സ്റ്റെപ്പോളം ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ കവർ ചെയ്ത് വരിക. അങ്ങനെ ചോക്ലേറ്റ് 1, 2, 3 സ്റ്റെപ്പ് ഇങ്ങനെ കവർ ചെയ്ത് വരിക. അപ്പോൾ നല്ല ചോക്ലേറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടാനാണ്. അതിനുശേഷം നമ്മൾ പ്രിൻ്റ് അടിച്ചിട്ട് നമ്മളെ സാധനം